നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് മുൻപ് വകുപ്പുകൾക്ക് കീഴിൽ നടക്കുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ നൽകിയ നിർദ്ദേശം. ജില്ലകളിലെ പൊതുവികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനും മന്ത്രിമാർ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കൂട്ടലാണ് വകുപ്പുകൾക്ക് കീഴിലുള്ള വികസന പദ്ധതികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ വെച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അവരവരുടെ ജില്ലകളിലെ വികസന പദ്ധതികളും ഫെബ്രുവരിക്കകം പൂർത്തിയാക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനും വികസന നേട്ടമായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകൾ. ഔഷധി ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 60 വയസ്സായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ ജീവനക്കാർക്ക് പെൻഷൻ പദ്ധതിയും തീരുമാനിച്ചിട്ടുണ്ട്. LICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. IMG ഡയറക്ടറായിരുന്ന K ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചതിനെതിരെ B അശോക് ഹർജി നൽകിയ വിഷയം മന്ത്രിസഭായോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയോ തീരുമാനങ്ങളോ ഇല്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.